കുക്കിംഗ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന നല്ലൊരു സ്വീറ്റായിട്ടുള്ള ശർക്കര വെച്ചിട്ടുള്ള ഒരു ഇലയടയാണ്. അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ചെയ്യുക. ഓക്കെ, ആദ്യം നമ്മൾ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ എടുത്തിട്ടുള്ള 1.5 കപ്പ് അരിപ്പൊടിയും അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ ചിരവിയത്, 1 കപ്പ് ശർക്കരയും അതുപോലെ 1 പഴം നേന്ത്രപ്പഴവും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യാനുസരണം 2-3 ഏലക്കായ്. ആദ്യം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നല്ലവണ്ണം ചൂടാകുമ്പോൾ അതിൽ ഏലക്കായ ഇടുക. ഈ പൊടിച്ച ശർക്കരയും അതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മെൽട്ടാകുന്നവരെ വെയിറ്റ് ചെയ്യുക. നല്ലവണ്ണം മെൽട്ടായ ശേഷം ഒരു സ്പൂൺ എടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച ശേഷം നല്ലവണ്ണം അതിലൊക്കെ ശർക്കര ഇല്ലാത്ത രീതിയിൽ നല്ലവണ്ണം ഒന്ന് ഉരുക്കിയെടുത്ത ശേഷമാണ് അതിലേക്ക് തേങ്ങയൊക്കെ ഇടേണ്ടത്. അത് നല്ലവണ്ണം ഇത് മെൽട്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ മെൽട്ടായ ശേഷം അതിനെ എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് അരിച്ചിട്ട് വീണ്ടും നമ്മളിതിലേക്ക് ഒഴിക്കണം. ഓക്കെ, കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതാ ഇതിപ്പോൾ അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ടുണ്ട്. അത് നല്ലവണ്ണം ചൂടായ ശേഷം നമ്മളിതിലേക്ക് തേങ്ങ ചിരവിയതും അതുപോലെ പഴവും അതിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കണം. ഇത് 1.5 കപ്പ് തേങ്ങ ഉണ്ട്, അതും 1 നേന്ത്രപ്പഴമാണ് കട്ട് ചെയ്ത് വെച്ചത്, അതിലേക്ക് ഇടണം. പിന്നെ അതുപോലെ തന്നെ ഏലക്കായിട്ട് നല്ലവണ്ണം ഒന്ന് ചൂടായി മെൽട്ടായ ശേഷം നമ്മളതിലേക്ക് ഈ 1.5 കപ്പ് അരിപ്പൊടി അതിലേക്ക് ആഡ് ചെയ്യാം. 1.5 കപ്പ് അരിപ്പൊടി ആഡ് ചെയ്ത ശേഷം നമ്മളൊരു ഇച്ചിരി പിഞ്ചുപ്പിട്ട് കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഗ്യാസ് ഓഫാക്കിയ ശേഷം നല്ലവണ്ണം ചൂട് ആറും മുമ്പേ നമ്മൾ കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക. ഇത് നല്ലൊരു മാവിൻ്റെ പരുവത്തിലായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഇത് വെച്ചിട്ടാണ് നമ്മൾ നല്ല സ്വീറ്റായിട്ടുള്ള ശർക്കര ഇലയട ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമ്മളൊരു ഇല എടുത്തിട്ട് അതിലേക്ക് ഒരിത്തിരി നെയ്യ് തടവിയ ശേഷം നമ്മളൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് അത് നമ്മൾ ബോൾസ് ആക്കിയിട്ട് അതിലിങ്ങനെ പ്രസ് ചെയ്ത് മടക്കിയിട്ട് വെക്കുക. അങ്ങനെ എല്ലാ എല്ലാ അടകളും ഇല വെച്ചിട്ട് നമ്മളിങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഒരു ആവിച്ചെമ്പിലേക്ക് ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. ഓക്കെ, അങ്ങനെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വേവിച്ച ശേഷം ഇതാ നല്ല അടിപൊളി നല്ല സൂപ്പർ 4 മണി പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ചെയ്യുക. പ്ലീസ് റിക്വസ്റ്റ്, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്വാദിഷ്ടമായ ഇലയട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു. വീണ്ടും നെക്സ്റ്റ് ടൈമിൽ കാണാം. ഓക്കെ, ബൈ ബൈ.